ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം 15 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണല്ലോ ഞാനിന്ന് ഏവൻഗേലിയനായിട്ട് വായിച്ചത്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 22 verses commencing from 15 through 33. പ്രധാനമായിട്ടും ഈ വേദഭാഗത്തെ നാം പഠിക്കുമ്പോൾ മതത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അനുഭവമില്ലാതെ ബാഹ്യമായിട്ടുള്ള പ്രകടനത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന യഹൂദ മത നേതാക്കന്മാർക്ക് അവരോടുള്ള കർത്താവിൻ്റെ മനോഭാവമാണ് നമുക്ക് ഇതിൻ്റെ മുമ്പുള്ള ഉപമകളിലൂടെയൊക്കെ കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. സോ ദേ വെയർ നോട്ട് ഇൻറ്റേർണലൈസ്ഡ് വാട്ട് ദേ പ്രാക്ടീസ്ഡ്. അവരെന്താണോ ചെയ്തത് അവരത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഔട്ട്വേർഡ് പെർഫോമൻസസ്, പുറമേയുള്ള ചില കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. എന്നാൽ തങ്ങൾ എന്താണോ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് അത് ഇൻറ്റേർണലൈസ് ചെയ്യാൻ ഒരിക്കൽ പോലും യഹൂദ മത നേതാക്കന്മാർ ശ്രമിച്ചിരുന്നില്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചാണ് കർത്താവ് ഇതിനു മുമ്പുള്ള നമ്മൾ ഇന്നത്തെ ഏവൻഗേലിയോൻ വായിച്ചതിന് മുമ്പുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന 3 ഉപമകൾ കർത്താവ് അവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. 3 parables we can see, and in this parable Jesus tried to picturize their character, the characteristics of Jewish leaders. താൻ പറഞ്ഞ 3 ഉപമകളിലൂടെ അവരുടെ സ്വഭാവ സവിശേഷതകളെ കർത്താവ് വരച്ചു കാട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ പാരബിൾ, the parable of the 2 sons. Gospel according to Saint Matthew chapter 21 verse 28 through 32. We can see this parable, the parable of 2 sons. 2 പുത്രന്മാരുടെ ഉപമ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരുത്തനോട് പറഞ്ഞു, നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് സാധ്യമല്ല. എന്നിട്ട് പിന്നീട് അവനത് അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ആദ്യം അവൻ സാധ്യമല്ലെന്ന് പറഞ്ഞു, പിന്നീട് അവനത് അനുസരിച്ചു. ഒരു മകനോട് പറഞ്ഞു, നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പോകാം, ഐ വിൽ എന്ന് പറഞ്ഞു. പക്ഷേ അവൻ അതിന് പോകുന്നില്ല. ഒരുത്തൻ ഞാൻ പോകാം എന്ന് പറഞ്ഞ് പോയില്ല, മറ്റൊരുത്തൻ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പിന്നീട് മനസ്സ് മാറി പോയി. അതാണ് ഒരു ഉപമ. ദി സെക്കൻഡ് പാരബിൾ ഈസ് ദ പാരബിൾ ഓഫ് ടെനൻസ്. ദുഷ്ടന്മാരായ കുടിയാന്മാരുടെ ഉപമയാണ് രണ്ടാമത്തെ ഉപമ കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അത് ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു 21:33 through 46, 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ ഉപമ കാണാൻ പറ്റും. എന്താണ് ദുഷ്ടന്മാരായിട്ടുള്ള കുടിയാന്മാരുടെ ഉപമയിൽ കൂടെ കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നത്? അതായത് മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങാനായിട്ട് വന്ന ദാസന്മാരെ പീഡിപ്പിക്കുന്ന കുടിയാന്മാർ. The tenant seized his servants. They beat one, killed another and stoned a third. ഒരുത്തനെ കൊന്നു, ഒരുത്തനെ വല്ലാതെ അടിച്ചു, പരിഹസിച്ചു, പീഡിപ്പിച്ചു, വേറൊരാളിനെ കല്ലിനാൽ എറിഞ്ഞു. അങ്ങനെ പീഡനം ഈ അയച്ച സേവകർക്കൊക്കെ അവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവസാനം ഈ ഉടമസ്ഥൻ ആരെ അയച്ചു? അദ്ദേഹത്തിൻ്റെ മകനെ തന്നെ അയക്കുന്നു. അവരെന്ത് ചെയ്തു? The tenants treated them in the same way. അവനെ
കുറേ പേരെ കൂടുതൽ വിടുന്നുണ്ട്. അവരെ എല്ലാവരെയും ആ രീതിയിൽ തന്നെ ചെയ്യുന്നു. അവസാനം തൻ്റെ മകനെ അയക്കുമ്പോൾ ആ മകനെ കൊന്നുകളയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഫൈനലി ഓണർ ഓൺ സൺ ആൻഡ് ദേ കിൽഡ് ഹിം. അവനെ കൊല്ലുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതാണ് കുടിയാന്മാർ, ദുഷ്ടന്മാരായ കുടിയാന്മാരുടെ ഉപമയിൽ കൂടെ കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതിൻ്റെ ചുരുക്കം അതാണ്. മൂന്നാമത് കർത്താവ് പറയാൻ ശ്രമിക്കുന്ന മറ്റൊരു ഉപമ എന്ന് പറയുന്നത് ദ പാരബിൾ ഓഫ് ദി വെഡ്ഡിങ് ബാങ്ക്വറ്റ് ആണ്. രാജാവിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ ഒരു ഉപമ. അത് മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 1-14 വി ക്യാൻ സീ ദാറ്റ് പാരബിൾ, ദ പാരബിൾ ഓഫ് ദി വെഡ്ഡിങ് ബാങ്ക്വറ്റ്. അതായത് രാജാവ് വിരുന്നിന് ക്ഷണിക്കുകയാണ്. ബട്ട് ഇൻവൈറ്റഡ് പീപ്പിൾ ഡിഡിൻ കം ഫോർ ഫീസ്റ്റ്. ക്ഷണിക്കപ്പെട്ടവർ വിരുന്നിന് വരുന്നില്ല. അതിനുശേഷം എന്തു ചെയ്യുന്നു? വഴിത്തലയ്ക്കൽ നിൽക്കുന്നവർക്കൊക്കെ ക്ഷണിക്കാനായിട്ട് സേവകരെ വിടുകയാണ് രാജാവ്. നിങ്ങൾ ആരെയൊക്കെ വഴിത്തലയ്ക്കൽ കാണുന്നോ അവരെല്ലാവരെയും ഈ വിവാഹത്തിന് വിളിക്കുക എന്നുള്ള ഒരു ഇൻവിറ്റേഷൻ, ഓപ്പൺ ഇൻവിറ്റേഷൻ രാജാവ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ഷണിക്കപ്പെട്ടവർ ആ ആഹ്വാനം, ഇൻവിറ്റേഷൻ നിഷേധിച്ചപ്പോൾ വഴിത്തലക്കലൊക്കെ നിന്നവരെന്ത് ചെയ്തു? അവരാഹ്വാനം അല്ലെങ്കിൽ ആ ക്ഷണം, ആ ഇൻവിറ്റേഷൻ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ 3 ഉപമയിലൂടെ കർത്താവ് ചെയ്തത് ഈ മതത്തിൻ്റെ ആചരണങ്ങളിൽ മാത്രം ആശ്രയിച്ച് അതിനെ വേണ്ട രീതിയിൽ ഇൻ്റർണലൈസ് ചെയ്യാത്ത യഹൂദന്മാരെ പരിഹസിച്ച് അവരെ വിമർശിച്ചുകൊണ്ടാണ് കർത്താവ് ഈ 3 ഉപമകളും പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഈ 3 ഉപമകളുടെ ആശയവും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കിടയാവും. എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ദൈവപുത്രനെ ക്രൂശിൽ തറയ്ക്കുവാനായിട്ട് കാരണങ്ങൾ കണ്ടുപിടിച്ച് അവനെതിരെ തന്ത്രങ്ങളൊക്കെ മെനയുന്ന വ്യക്തികളായി, അല്ലെങ്കിൽ ജീവിതത്തിൽ തങ്ങൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതൊന്നും ജീവിതത്തിൽ വേണ്ടത്ര രീതിയിൽ ടച്ച് ചെയ്യാത്ത ജീവിതത്തിന് ഉടമകളായിട്ട് ജീവിക്കുകയും, ഈ വലിയ ദൈവരാജ്യത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ദൈവം ക്ഷണിച്ചു എങ്കിലും ആ ക്ഷണം നിരസിച്ച് ജീവിക്കുന്ന, അർത്ഥരഹിതമായി ജീവിക്കുന്നവരായിട്ട് അവരെ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഉപമയിൽ കൂടെ കാണാനായിട്ട് സാധിക്കുന്നു. ഈ ഉപമ കർത്താവ് പറയുമ്പോൾ അവർക്കത് വല്ലാതെ മുറിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകുന്നു. അവർ അതിന് ഒരു പ്രതികാരം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് അവർ 3 ചോദ്യങ്ങളുമായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. ഒന്ന്, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ? മറ്റൊരു ചോദ്യം പുനരുത്ഥാനം സംബന്ധിച്ചുള്ള ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം ന്യായപ്രമാണത്തിലെ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇങ്ങനെ 3 ചോദ്യങ്ങൾ ഉന്നയിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ഇതെല്ലാം പറയാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ. ഞാനതുകൊണ്ട് ഇന്ന് അവർ ചോദിച്ച ആദ്യത്തെ ചോദ്യം, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്ന് അവർ ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് മാത്രം നമ്മളിന്ന് ധ്യാനിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്ന് യേശുവിനോട് ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നത് പരീശന്മാരും ഹെരോദ്യരൂടി ഒരുമിച്ചാണ്. പുനരുത്ഥാനം സംബന്ധിച്ച് ഉള്ള വിവാദപൂർണമായിട്ടുള്ള, കാരണം പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന സദൂക്യർ, അല്ലെങ്കിൽ പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള വിവാദപരമായിട്ടുള്ള ചോദ്യങ്ങൾ അവർ കർത്താവിനോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ 2 കൂട്ടരൂടി ഒരുമിച്ചാണ് യേശുവിനോട് 3ാമത്തെ ചോദ്യവും ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ സമയം കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടിയാണ് നമ്മളുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്. അതിനു മുമ്പ് നമ്മൾ അന്നത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള നിലവിലിരുന്ന സമ്പ്രദായത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇൻ ദ ടൈം ഓഫ് ജീസസ്,
പാലസ്റ്റൈൻ വാസ് അണ്ടർ റോമൻ റൂൾ. റോമ ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം. പ്രധാനമായിട്ടും ഈ റോമൻ ഗവൺമെൻറ് 3 തരത്തിലുള്ള ടാക്സ് അവരിൽ നിന്ന് കളക്ട് ചെയ്തിരുന്നു. 3 taxes ദേ കളക്ട്. ഒന്ന് അഗ്രികൾച്ചർ ടാക്സ്, അതായത് കാർഷിക നികുതി. മറ്റൊന്ന് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദായ നികുതി. മറ്റൊന്നാണ് ആദായ നികുതി എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ 1% ഓഫ് പേഴ്സൺസ് ഇൻകം, അതായത് ഒരു വ്യക്തിയുടെ ആദായത്തിൽ നിന്ന് 1% ആദായ നികുതിയായിട്ട് ഇൻകം ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. കാർഷിക നികുതി എന്ന് പറയുമ്പോൾ അറിയാം, കൃഷി ചെയ്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിനെ അടയ്ക്കേണ്ട ഒരു നികുതിയാണ് കാർഷിക നികുതി, അഗ്രികൾച്ചർ ടാക്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ആൾക്കരമാണ്, അത് പോൾ ടാക്സ് എന്ന് പറയും. അത് അടയ്ക്കേണ്ടത്, അതാണ് 3ാമത്തെ ടാക്സ്. അത് അടയ്ക്കുന്നത് 14 മുതൽ 65 വയസ്സ് വരെയുള്ള ഒരു പുരുഷനും 12 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീയും അവർ ഒരു വർഷത്തിലൊരിക്കൽ കൊടുക്കേണ്ട ടാക്സാണ് ഈ ആൾക്കരം എന്ന് പറയുന്നത്. 14 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ഒരു പുരുഷൻ കൊടുക്കണം, 12 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീയും കൊടുക്കണം. വർഷത്തിലൊരിക്കൽ കൊടുത്താൽ മതി ഈ ആൾക്കരം എന്ന് പറയുന്നത്. അത് കൊടുക്കേണ്ടത് ഒരു വർഷത്തിലാണ് കൊടുക്കേണ്ടതെങ്കിലും ഒരു തൊഴിലാളിയുടെ ഒരു ദിവസത്തെ വേതനം എത്ര കൂലി കിട്ടുമോ അത്രയും കൂലിയാണ് ആൾക്കരമായിട്ട് അവർ ഒരു വർഷത്തിൽ കൊടുക്കേണ്ടതായിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് കാണുന്നത് പരീശന്മാരാണ് കർത്താവിനോട് ഈ ചോദ്യം ചോദിക്കാനായിട്ട് മുന്നിട്ട് വരുന്നത്. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? ഇങ്ങനെ ടാക്സൊക്കെ റോമൻ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടിയിരിക്കെ കർത്താവിനോട് അവർ ചോദിക്കുകയാണ്, ഇത് നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ വലിയൊരു വിവാദപരമായിട്ടുള്ള ഉത്തരം അവനെ കൊണ്ട് പറയിപ്പിച്ച് അതിനെതിരെ കരുക്കൾ നീക്കാനാണ് അവരങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അതായത് കരം കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമാക്കി അവൻ്റെ മേൽ യേശുവിനെ എതിരെ അപ്രീതി സമ്പാദിക്കാം, ഗവൺമെൻറ്റിനെ യേശുവിനെതിരെ തിരിക്കാം എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അവരുടെ ഉദ്ദേശം. മറ്റൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ അപ്രീതി. കാരണം യഹൂദന്മാർ വിചാരിച്ചിരിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ജനമാണ് ഞങ്ങൾ, ദൈവത്തിന് കീഴ്പ്പെട്ടവരാണ് ഞങ്ങൾ, രാജാവിന് ഒന്നും കീഴ്പ്പെട്ടവരല്ല എന്നുള്ളൊരു ദൈവത്തിന് മാത്രമാണ്. വി ഷുഡ് ഗീവ് പ്രയോറിറ്റി ടു ഗോഡ് ആൻഡ് വി ആർ അണ്ടർ ഹിസ് റൂൾ എന്നുള്ളതാണ് യഹൂദന്മാരുടെ ചിന്താഗതികൾ. അപ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഒരു അപ്രീതി കിട്ടും, കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് യേശുവിനെതിരെ തിരിയും. ഇങ്ങനെ ഒരു വിവാദപരമായ ആൻസർ പറയിപ്പിക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത്. അതായത് റോമ ഗവൺമെൻറ്റിനെ യഹൂദന്മാർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ വിചാരിച്ചിരുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്, ദൈവമാണ് ഞങ്ങളെ ഭരിക്കുന്നത്, അതുകൊണ്ട് രാജാവിന് ഞങ്ങൾ കരം കൊടുക്കുകയില്ല എന്നുള്ളതാണ് യഹൂദ ആൾക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ധാരണ. എന്നാൽ നമുക്ക് ഇത് കാണേണ്ടത് പരീശന്മാർ അവർ മതപരമായിട്ട് ഇതിനെയൊക്കെ എതിർത്തിരുന്നു. മത ആചാരങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് അവരിതിനെ എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ കരം കൊടുക്കുന്നതിനെ ഒക്കെ സംബന്ധിച്ച്. എന്നാൽ ഹെരോദ്യർ എന്ന് പറയുന്ന ഒരു കൂട്ടരൂടി ഉണ്ട് അവിടെ. ഹെരോദ്യർ എന്ന് പറയുന്ന ആരാണ്? ഗലീലയിലെ രാജാവായ ഹെരോദിൻ്റെ പക്ഷക്കാരാണ് ഹെരോദ്യർ. അവരുടെ ആഗ്രഹം ഗവൺമെൻറ്റിന് കരം കൊടുക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു ഉദ്ദേശമാണ്. കാരണം രാജാവായ ഹെരോദിനെ അപ്പോയിൻ്റ് ചെയ്തത് ആരാണെന്നറിയാമോ? അപ്പോയിൻ്റ് ചെയ്തത് റോമ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ആ രാജാവിൻ്റെ പക്ഷക്കാരായ ഹെരോദ്യർക്ക് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ 2 കൂട്ടരാണ് യേശുവിനോട് വന്ന് ഈ പ്രധാനമായിട്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ചോദ്യം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കാൻ വരുന്നത് 2 കൂട്ടർ ഒത്തോണ്ടാണ് വരുന്നത്. ആരൊക്കെയാണ്? നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോഴേ അറിയാം. പരീശരും ഹെരോദ്യരും. സദൂക്യരല്ല. സദൂക്യർ രണ്ടാമത്തെ പുനരുദ്ധാനത്തെ സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുന്നത്.
പരീശരും ഹെരോദ്യരും. അതിലൊരു കൂട്ടർ ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതിയും, മറ്റൊരു കൂട്ടർ രാജാവിൻ്റെ പ്രീതി സമ്പാദിക്കേണ്ടത് കൊണ്ടും രാജാവിനെ അപ്പോയിൻ്റ് ചെയ്തത് ഗവൺമെൻറ് ആയതുകൊണ്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ കർത്താവ് ഈ വിവാദ ചോദ്യത്തിൻ്റെ നടുവിൽ കർത്താവ് അവരോട് ചോദിക്കുന്നത് ഒരു മറുചോദ്യമാണ്. അതിലെ ഇൻസ്ക്രിപ്ഷനും ഇമേജും ആരുടേതാണ്? നിങ്ങളുടെ കയ്യിൽ ഒരു നാണയം ഉണ്ടല്ലോ, ഒരു നിങ്ങൾ ടാക്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന നാണയം ഉണ്ടല്ലോ, ആ നാണയത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻ, ഹൂസ് ഇൻസ്ക്രിപ്ഷൻ ആൻഡ് ഹൂസ് ഇമേജ്, ആരുടെ സ്വരൂപമാണ്, ആരുടെ മേലെഴുത്താണ് എന്ന് ചോദിച്ചു. മറുചോദ്യം ചോദിക്കുകയാണ്. ഉടനെ അവർ പറഞ്ഞു അത് കൈസറുടേതാണ്. ഉടനെ കർത്താവ് മറുപടി പറയുന്നത്, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ, Genesis chapter 1 verses 27, we can see that God created human beings in his image and likeness. മനുഷ്യനെ ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കർത്താവ് വളരെ അസന്നിഗ്ധമായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്, ഈ ഗവൺമെൻറ്റിനെതിരെ നിങ്ങൾ എനിക്കെതിരെ വിവാദപരമായിട്ടുള്ള പ്രസ്താവന ഞാൻ ഉണ്ടാക്കുമെന്ന് കരുതി ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുടെ ചോദ്യം എന്നോട് ചോദിക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ നാണയം അതിന് അർഹതയുള്ളത് കൈസറാണ്, കൊടുക്കുക. എന്നാൽ നിങ്ങളുടെ മേലെഴുത്ത് എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ മേലെഴുത്താണ്. മനുഷ്യൻ്റെ മേലെഴുത്ത് എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ മേലെഴുത്താണ്. ഈ മനുഷ്യനാണല്ലോ ഉണ്ടാക്കുന്നത് നാണയം. ഈ ലോകത്തിലെ പല നിർമ്മിതികളും അത് ഒരുപക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങളിങ്ങനെ കലഹിക്കുന്നു, എന്നാൽ അതിനേക്കാളും ഒക്കെ ശ്രേഷ്ഠരാണ് അതിനെയെല്ലാം ഭരിക്കുകയും നടത്തുകയും ഒക്കെ ചെയ്യുന്ന, അതിനെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യർ. അതുകൊണ്ട് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മേലെഴുത്താണ്, അത് ദൈവത്തിന് കൊടുക്കുക. കർത്താവ് അതിൽ കൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. യു ആർ സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. ഗോഡ് ക്രിയേറ്റഡ് യു. നാണയം കൈസർക്ക് കൊടുത്തോളൂ, പക്ഷേ മനുഷ്യർ അത് ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിതരാണെന്ന് കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം 11-ാം വാക്യത്തിലൊരു വാക്യമുണ്ട്. എന്താണ് പറയുന്നത് ആ വാക്യത്തിൽ? നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്നു നോക്കിയാൽ അറിയാം. 1 Timothy chapter 6 verse 11 നോക്കുമ്പോൾ അവിടെ ഒരു വാക്യം കാണാം, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. തിമത്തിയോസിനെ അഭിസംബോധന ചെയ്യുകയാണ്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെ എല്ലാവരെയും കുറിച്ച് അതാണ് പറയാനുള്ളത്. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മനുഷ്യരാണ്. ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും നിർമ്മിതരാണ് നാം എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന് 2 പൗരത്വമാണുള്ളത്. ഒന്ന്, അവൻ ഏത് നാട്ടിൽ ജനിച്ച് അല്ലെങ്കിൽ ഏത് നാട്ടിലെ പൗരത്വം സ്വീകരിക്കുന്നു ആ നാട്ടിലെ പൗരത്വം. മറ്റൊന്ന്, വേറൊരു പൗരത്വം അവനുണ്ട്. എവിടുത്തെയാണെന്നറിയാമോ? സ്വർഗീയ പൗരത്വം. ഇങ്ങനെ 2 സിറ്റിസൺഷിപ്പാണ് നമുക്കുള്ളത്, ക്രിസ്ത്യാനിക്കുള്ളത്. രാജ്യത്തെ പൗരത്വം, മറ്റൊന്ന് സ്വർഗീയ പൗരത്വം. അതുകൊണ്ട് ഈ ലോകത്തിലെ ഭരണാധികാരികളെ നാം ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തിലെ നിയമങ്ങളെ നാം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിങ്ങളായിരിക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്, ഇവിടെ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ആവശ്യമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലും അത് പറയുന്നുണ്ട്. 1 Peter chapter 2 verse 17 പറയുന്നുണ്ട്, ദൈവത്തെ ഭയപ്പെടുവീൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ വസിക്കുന്നിടത്ത് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക് വേറൊരു പൗരത്വം കൂടിയുണ്ട്. ഏതാണെന്നറിയാമോ? സ്വർഗീയ പൗരത്വം. അപ്പോൾ ആ സ്വർഗീയ പൗരത്വത്തിൻ്റെ ഉടമകളാണ് നമ്മളെന്നുള്ള ഒരു ബോധ്യത്തോടെ നമ്മളെ മെനഞ്ഞ ദൈവത്തെ അനുസരിക്കാനും വിധേയപ്പെടുവാനും വിനയപ്പെടുവാനും ദൈവം നമ്മളെ ഈ നോമ്പിൻ്റെ നാളുകളിൽ വെല്ലുവിളിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകരുത്.
അതുകൊണ്ട് ഇന്ന് ഈ ധ്യാനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കേണ്ടത് ഇതാണ്. കർത്താവിനെ അഭിപ്രായത്തിൽ കൊടുക്കുവാൻ അവർ വിവാദപരമായിട്ടുള്ള ചോദ്യങ്ങൾ കൊണ്ട് വന്നെങ്കിലും കർത്താവ് ആ ചോദ്യത്തെ ഖണ്ഡിച്ചുകൊണ്ടൊരു മറുചോദ്യമാണ് ചോദിക്കുന്നത്. എന്താണ്? നിങ്ങളുടെ കൈരത്തിലുള്ള നാണയം കാണിപ്പീൻ, അതിലെ സ്വരൂപവും മേലെഴുത്തും ആരുടേതാണ്? നിങ്ങൾ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സ്വരൂപമാണ് നിങ്ങൾ, ദൈവത്തിൻ്റെ സ്വാദൃശ്യമാണ് നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് 2 പൗരത്വം ഉണ്ട്. നാം അധിവസിക്കുന്ന രാജ്യത്തെ പൗരത്വം, അതുകൂടാതെ നമുക്ക് സ്വർഗത്തിലെ പൗരത്വം. ഇതിന് 2നും വേണ്ടി പ്രവർത്തിക്കുന്നവരും ഉത്സാഹിക്കുന്നവരുമായി സാക്ഷ്യത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ലോകം കൊണ്ടെല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കേണ്ട. നമുക്ക് ഒരു സ്വർഗീയ പൗരത്വമുണ്ട് എന്നുള്ളൊരു വിശ്വാസം, അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നശിച്ചു പോകുന്ന ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഇറ്റേണൽ ലൈഫിനു വേണ്ടി ആഗ്രഹമുള്ളവരും ഒരുക്കമുള്ളവരുമായിട്ട് നമ്മൾ തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്രകാരം സാക്ഷ്യത്തോടെ ജീവിതം നയിക്കുവാനും നമ്മുടെ സ്വരൂപവും മേലെഴുത്തും അത് ദൈവത്തിൻ്റേതാണ് എന്നോർത്ത് ദൈവത്തിന് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കും.